മറ്റു വാർത്തകളിലേക്ക് പോയാൽ വനിതാ സംവരണ ബില്ലിൽ രാഷ്ട്രീയ പോര് മുറുകുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പ്രതിപക്ഷം കാണിച്ചത് വലിയ തെറ്റെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു. സ്ത്രീകളുടെ മിശിഹയാകാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. വനിതാ സംവരണം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തിയതോടെ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. ബില്ലിനെ എതിർത്ത പ്രതിപക്ഷത്തെ സ്ത്രീകൾക്ക് മുന്നിൽ തുറന്നു കാട്ടണം എന്ന് നരേന്ദ്രമോദി കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. രാത്രി 8:30 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷത്തിന് എതിരെ രാജ്യവ്യാപക പ്രതിഷേധം BJP ആരംഭിച്ചു. ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മഹിളാ മോർച്ച നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിപക്ഷ പാർട്ടികളെ വനിതാ വിരുദ്ധരാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് BJP ശ്രമമെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. जो सरकार की साजिश थी संघीय ढांचे को बदलने की, लोकतंत्र को कमजोर करने की, उसको हराया गया, उसको रोका गया. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ദുർബലമാക്കാനായിരുന്നു നീക്കമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. വനിതാ സംവരണം BJPയുടെ ശുദ്ധ തട്ടിപ്പാണെന്ന് KC വേണുഗോപാലും പറഞ്ഞു. ശുദ്ധ തട്ടിപ്പ്, വനിതാ സംവരണത്തെ അട്ടിമറിച്ചത് BJP ആണ്. 543 മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷ പാർട്ടികൾ കത്തയക്കും. റിപ്പോർട്ടർ, ദില്ലി.